السلام عليكم ورحمة الله وبركاته. الحمد لله ذي الفضل والأنعام، والصلاة والسلام على النبي وآله الأمجاد صحبه الكرام، أما بعد. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ഹദീസ് ഇമാം തിർമിദി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആദ്യം ഹദീസും അതിന്റെ അർത്ഥവും ഒന്ന് ചർച്ച ചെയ്യും. عن شداد بن عوس رضي الله عنه عن النبي صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت، والعاجز من أتبع نفسه هواها وتمنى على الله. قال حسن صحيح. അൽ കയ്യിസു മൻ ദാന നഫ്സഹു. അൽ കയ്യിസു ഏറ്റവും ബുദ്ധിമാൻ, അതായത് ഉൾക്കാഴ്ചയുള്ള ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു അവൻ തൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്തുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത് മരണശേഷം വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി തയ്യാറാവുന്നവനുമാണ്. വൽ ആജിസു അശക്തൻ, അഭാഗ്യവാൻ. മൻ അത്ബഅ നഫ്സഹു അവൻ തൻ്റെ ആത്മാവിനെ, തൻ്റെ ഇഷ്ടത്തെ പിന്തുണച്ചുകൊണ്ട് അവൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കും. അവൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാതെ അവൻ തൻ്റെ ഇച്ഛയെ പിൻപറ്റും. വതമന്ന അലല്ലാഹ് പ്രവൃത്തിയില്ലാതെ അള്ളാഹുവിലേക്ക് ആഗ്രഹം വെക്കും. അപ്പൊ നമുക്ക് ഈ ഹദീസിന്റെ സിഹത്ത് ദഅഫിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത അതിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഈ ഹദീസിനെ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഹസനുൻ സഹീഹ് എന്നാണ് പറഞ്ഞത്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഹസനുൻ സഹീഹ് എന്ന് പറയാനുള്ള കാരണം, ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹസനും, മറ്റേ രീതിയിൽ നോക്കുകയാണെങ്കിൽ സഹീഹും ഈ ഹദീസിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണ്. റാവിൽ ഹദീസ് അദ്ദേഹമാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും, പ്രസിദ്ധമായ എല്ലാ കിതാബുകളിലും അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്തത്. വേറെ കിതാബുകളിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ, പ്രഗത്ഭരായ സഹാബാക്കളിൽ ഒരാളാണ്. പിന്നെ അൻസാരിയായ സഹാബിയാണ് അദ്ദേഹം. പിന്നെ തബറാനിയിലും ഇബ്നു മാജയിലും മുസ്തദറക്കിലൊക്കെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഈ കിതാബുകളിലെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഇനി നമുക്ക് ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അൽ കയ്യിസ് അതായത് ഉൾക്കാഴ്ചയുള്ള ബുദ്ധിമാൻ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഉറക്കും ക്ഷീണമൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചു കേൾക്കാൻ ഇൻഷാ അല്ലാഹ്. ഉൾക്കാഴ്ചയുള്ള ബുദ്ധിമാൻ അതായത് അനന്തരഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നവൻ. അങ്ങനെ ചിന്തിക്കുന്നവൻ മൻ ദാന നഫ്സഹു അവൻ തൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനാണ്. അവൻ തൻ്റെ ആത്മാവിനോട് ജിഹാദ് ചെയ്യുന്നതാണ്. ഏതുവരെ? ആ ആത്മാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശറഅയിനോട് യോജിച്ചതായിത്തീരുന്നത് വരെ അവൻ അതിനെ കീഴ്പ്പെടുത്തി നിൽക്കുന്നതാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത് അവൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറാവുന്നവനാണ്. അവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അവൻ മറ്റൊരു ജീവിതത്തിന്റെ നേട്ടത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൽ നേട്ടം കാണുമല്ലോ, അതുപോലെ ഈ ജീവിതത്തിൽ അവൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവന്റെ നേട്ടം എന്നത് മറ്റൊരു ജീവിതത്തിലെ അവന്റെ ആഗ്രഹങ്ങളായിരിക്കും. വൽ ആജിസു ഇനി അശക്തനെ കുറിച്ച് പറയുകയാണ്.
അവൻ അവന്റെ കാര്യങ്ങളിലെല്ലാം അവൻ നിയന്ത്രണമില്ലാതെ അവന്റെ ഇച്ഛയെ പിന്തുടർന്ന് അവൻ ജീവിക്കുന്നവനാണ് ആജിസ് എന്നത്. മനത്ബഅ നഫ്സഹു, അവൻ തന്റെ ഇച്ഛയെ പിന്തുടർന്ന് ജീവിക്കൂ. മനത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്, അവൻ ഇസ്തിഗ്ഫാറോ തൗബയൊന്നും ചെയ്യാതെ അവൻ അള്ളാഹുലേക്ക് ആഗ്രഹം വെക്കുകയും ചെയ്യും. ഇങ്ങനെ ആഗ്രഹം വെക്കുകയും ചെയ്യുന്ന ആ മനുഷ്യനെ അൽ കയ്യിസ് എന്ന് പറയുന്ന ബുദ്ധിമാൻ, അതിന് നേരെ വിപരീതമായിട്ടാണ് അൽ ആജിസ് എന്ന് ഈ ഹദീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനുഷ്യന് മറ്റ് ജീവികളിൽ നിന്നും മാറി നിൽക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് എന്ത്? ബുദ്ധി. ആ ബുദ്ധി എന്നത് മനുഷ്യന് പ്രത്യേകമായുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ഘടനയെ മുഴുവൻ രൂപീകരിച്ചതും ബുദ്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇനി അശക്തനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ശറഈന്റെ കാര്യങ്ങൾ നോക്കാതെ അവൻ ഇച്ഛയെ പിന്തുടർന്ന് ജീവിക്കുന്നവനാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അൽ കയ്യിസ് അതിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ചെസ് നമ്പർ 204